നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കൽപ്പനയെക്കുറിച്ചും ഉർവശിയെക്കുറിച്ചും എന്റെ പേടി അങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല. ഒന്ന് പോ മുത്തശ്ശി. ഇപ്പൊ ഏട്ടത്തി പറയുന്ന വാക്കുകൾ വിശ്വസിക്കാമെന്നാ എനിക്ക് തോന്നുന്നത്. ദേഹം മുഴുവൻ എന്തൊക്കെയോ മുറിവുകളുണ്ട്. എടാ സത്യം പറ, നീ ആ സ്റ്റെപ്പിൽ നിന്ന് വീണത് തന്നെയാണോ, അതോ നിനക്ക് ഓർമ്മയില്ലാത്തതോ? എന്താ സംഭവിച്ചതെന്ന് നീ ഒന്ന് ഓർത്തു നോക്ക്. അത് പിന്നെ അമ്മ, ഞാൻ അത് ഒന്നുമില്ല ചെറിയമ്മേ, ഇവൻ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ അടുത്തു വന്ന് എന്തെങ്കിലും പറയാന്ന് കരുതി വന്നാ. ഇപ്പൊ എന്തായാലും ചെറിയമ്മ ഉണ്ടല്ലോ, നടക്കട്ടെ. എടാ, നീ കുടിച്ചിട്ടുണ്ടായിരുന്നോ, അതോ വേറെ ഏതെങ്കിലും മരുന്ന് കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നോ? ഒന്നുകിലും നിന്നെ ഏതെങ്കിലും വണ്ടി ഇടിച്ചു, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് നിന്നെ ആരോ തല്ലി ശരിയാക്കി. അല്ലാതെ കുടുംബത്തിനകത്ത് നടന്നതാണെന്ന് പറഞ്ഞാലേ ഞാൻ സമ്മതിക്കില്ല. കണ്ടാലറിഞ്ഞൂടെ മനുഷ്യന്? അമ്മ എന്ന് എഴുന്നിട്ട് പോകുന്നുണ്ടോ? ഞാനിവിടെ വേദന നിന്ന് കിടക്കുമ്പോ അമ്മ ഡിറ്റക്റ്റീവ് വിളിക്കാണോ? ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞല്ലോ. അതിന് മേലെ വേറൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. നീ ഇതെന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നേ? പിന്നെ ആരോടാ ഞാൻ ദേഷ്യപ്പെടേണ്ടത്? വേറെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ശരി, അത് വിട്. നിനക്ക് കുടിക്കാൻ ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ? വേണ്ട. ചായ വേണോ നിനക്ക്? വേണ്ട. എന്നാ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ ഞാൻ? ഒന്ന് എഴുന്നേറ്റ് പോ. എനിക്ക് കുറച്ച് സ്വസ്ഥതയാ വേണ്ടത്. അച്ഛനും അതെ, മോനും അതെ. എന്ത് സംഭവിച്ചാലും കുറ്റം എനിക്ക്. ഹാ, ഞാനിങ്ങനെ അടിമയായിട്ട് കിടക്കുന്നത് കൊണ്ടല്ലേ? മതി. ഇനി ഇവിടെ ഇരുന്ന് അമ്മയുടെ പരാതി പറഞ്ഞ് കരയാൻ നിൽക്കണ്ട. എനിക്ക് കാണണ്ട കള്ളക്കണ്ണീര്. ഞാൻ കരയുന്നത് കള്ളക്കണ്ണീരാണത്രേ. എന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ അവനാണല്ലോ തീരുമാനിക്കുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവില്ല. സംഭവിച്ച എന്താണെന്ന് എന്താടാ പറയാത്തെ? നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയണോ? അയ്യോ വേണ്ട. നിന്റെ അച്ഛൻ ചെയ്ത ചതി കണിമംഗലംകാരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ചു കയറി നൃത്തം കളിക്കാന്ന് നീ വിചാരിക്കല്ലേ. ഗതികെട്ട് കഴിഞ്ഞാ പിന്നെ ചിലപ്പോ ദേ ഈ കിടപ്പ് ജീവിതകാലം മുഴുവൻ കിടത്തിക്കളയും ഞാൻ. വരുൺ, നിന്റെ ഐഡിയ ഗംഭീരായി കേട്ടോ.
ഗൗതമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണണം. സൂര്യ എല്ലാം വിളിച്ചു പറയും. രാധികെ, സത്യത്തിൽ നീ തന്ന ഉപദേശങ്ങളെ കൊണ്ടാ ഞാൻ ഇതൊക്കെ മറികടന്നത്. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ ആത്മഹത്യയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. സംഗതിയൊക്കെ കൊള്ളാം. ഇനി ഇതിന്റെ പ്രതിഫലമാണെന്നും പറഞ്ഞ് രാധയ്ക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? അയ്യോ ഇല്ല മുത്തശ്ശി, രാധികയെന്നല്ല, ഇനി ഒരാളെ ഞാൻ ദ്രോഹിക്കുന്നില്ല. സൂര്യയുടെ മനസ്സ് എത്ര വിശാലമാണെന്ന് ഞാൻ ഇപ്പോഴാ തിരിച്ചറിയുന്നത്. ആ മനസ്സിൽ എത്ര സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള എന്റെ ജീവിതം സൂര്യയെ സംരക്ഷിക്കാനാണ്. മുത്തശ്ശി എപ്പോ വേണമെങ്കിലും സൂര്യയെ വിളിച്ച് ചോദിച്ചോ. ഞാൻ എതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞോന്ന് മുത്തശ്ശി കേൾക്കില്ല. അങ്ങനൊന്നും ആവണ്ട ഏട്ടത്തി. എതിര് പറയുന്നോണ്ടെന്താ? ഏട്ടൻ പറയുന്ന ഒരു കാര്യം തെറ്റാണെങ്കിൽ അതിനെ ഏട്ടത്തി എതിർത്ത് തന്നെ സംസാരിക്കണം. ശരിയും തെറ്റും സംസാരിക്കാൻ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അത് വരുൺ പറഞ്ഞ കാര്യം. ആദ്യം വേണ്ടത് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ്. പലയിടത്തും അത് നഷ്ടപ്പെടുന്നതാണ് പ്രശ്നമാവുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കൽപ്പനയെക്കുറിച്ചും ഉർവശിയെക്കുറിച്ചും എന്റെ പേടി അങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല. ഒന്ന് പോ മുത്തശ്ശി. ഇപ്പൊ ഏട്ടത്തി പറയുന്ന വാക്കുകൾ വിശ്വസിക്കാമെന്നാ എനിക്ക് തോന്നുന്നത്. വരുണും രാധികയും പരസ്പരം സ്നേഹിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോ എന്നും ഞാൻ പറയുന്നൊരാഗ്രഹമാ, സൂര്യയും കൽപ്പനയും ഇങ്ങനെ ആയിരുന്നെങ്കിലോ എന്ന്. ആ, ചിലപ്പോ അതിന് ദൈവം ഒരരങ്ങൊരുക്കി തന്നതാവും. എന്തായാലും കൽപ്പനെ, വാക്കുകൊണ്ടല്ല ജീവിതം കൊണ്ടാ നീ ചില കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. ഏടത്തി, കണിമംഗലം പരമേശ്വരൻ ഒരിക്കൽ അതിസമ്പന്നനായിരുന്നു. ഇപ്പോ അതിദരിദ്രനാ. ഈ രണ്ടവസ്ഥകളിലും അച്ഛനെ ഏട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണിമംഗലം പരമേശ്വരൻ എന്ന അഭിമാനമുള്ള പേര് അവിടെ അങ്ങ് ഉറച്ചു കിടക്കും. നമുക്കും അതൊക്കെ തന്നെ വേണ്ടത്. എത്ര തകർന്നു പോയാലും ആത്മാഭിമാനമുള്ള ഒരു മനസ്സ്. ഇപ്പൊ എനിക്കതുണ്ട് വരും. പണ്ട് എന്റെ ഏറ്റവും വലിയ അഹങ്കാരം ഞാൻ കൽപ്പനയാണെന്നുള്ളതായിരുന്നു. ഇപ്പൊ എനിക്കറിയാം അതിനെ കറിവേപ്പിലയുടെ പോലും വിലയില്ലെന്ന്. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നീ കണിമംഗലത്തെ സൂര്യയുടെ ഭാര്യയാണെന്ന്. അത് അത്യാവശ്യം അഭിമാനിക്കാവുന്നൊരു പേരാ. നല്ല കാര്യം ഏട്ടത്തി.